അനൂപനം നന്നായിരിക്കുമല്ലോ. വലിയ ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ചെക്ക്മേറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം. അനൂപം നന്നായിരിക്കുമല്ലോ. നായികമാരെല്ലാരും പുതുമുഖമാണ്. നല്ല നല്ല പക്ഷെ നല്ല പുതുമുഖം പോലെ അല്ല, ഒരു നല്ലവണ്ണം എക്സ്പീരിയൻസ് ആയിട്ട് അവര് പിടിച്ചിരുത്തുന്നത്. അനൂപനം നന്നായിരിക്കുന്നു. അല്ല, പൊതുവെ എല്ലാരും നന്നായിട്ടിരിക്കുന്നു. നല്ല സ്റ്റൈലിൽ എടുത്തിട്ടുണ്ടോ, അത് കാണാൻ കൊള്ളാന്ന് മാത്രം നല്ലൊരു സംഗതിയാണത്. കാണേണ്ട പടം, എല്ലാരും കാണേണ്ട പടമാണ്. പിടിച്ചിരുത്തും, സംശയമില്ല. അതായത് കുറച്ചുകൂടി പരസ്യമൊക്കെ കൊടുത്താൽ, ആള് കയറി കഴിഞ്ഞാൽ, പ്രചരണം കിട്ടിയാൽ നല്ലൊരു പടമാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു വെസ്റ്റേൺ മൂവി, നല്ല ത്രില്ലർ ആയിരുന്നു അത്. വളരെ നന്നായിരുന്നു. ആസ് യൂഷ്വൽ. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല നല്ല ആക്ടിങ് ആയിരുന്നു. നല്ല ത്രില്ലർ മൂവിയാണ്. അതെ അതെ അതെ. സോങ്സ് ഒക്കെ അത്ര ഇല്ല, പക്ഷെ ഒരു വെസ്റ്റേൺ മൂവി മാതിരി ഉണ്ടായിരുന്നു. ജോണറിലുള്ള ഒരു മൂവിയാണ്. സാധാരണ മലയാളം മൂവി പോലെ ഒരു മൂവിയല്ല. ഒരു ഹോൾ മൂവി കണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. ഒരു എന്താ പറയുക, മലയാളത്തിലുള്ള ടൈപ്പ് ഓഫ് മൂവിയല്ല. എൻ്റെ എന്താ പറയുക, എല്ലാം ഡയറക്ഷൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇറ്റ്സ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. കുഴപ്പമില്ല. നായികമാരൊക്കെ പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. അത് അവർക്ക് നന്നായി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മലയാളികളുടെ ഒരു കോൺസെപ്റ്റ് ഉള്ള മൂവിയല്ല. പക്ഷെ മേ ബി യങ്സ്റ്റേഴ്സിനെ ലൈക്ക് ദിസ്. ഈ ഹോളിവുഡ് മൂവീസ് ഒക്കെ കണ്ടിരിക്കുന്നവർക്ക് ത്രില്ലിങ്ങും അങ്ങനെ അത്ര ത്രില്ലിങ്ങും പിടിച്ചിരുന്നൊന്നുമല്ല. ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഓൾ. അതന്നെ, ഒരു ത്രില്ലർ മൂവി. ബട്ട് സ്റ്റിൽ അവർ ഓവർ ആക്ടിങ് ചെയ്യാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ടിങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അനുപമന്റെ വളരെ പവർഫുൾ ഡയലോഗ്സ്, വെരി വെരി റിലവൻറ്റ് ടു ദ വേൾഡ്. ഇപ്പൊ എന്താ നടക്കണം എന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റ് ഓപ്പണിംഗ് ഡയലോഗ് തന്നെ. ലോകത്ത് എന്താ നടക്കണം എന്ന് വെച്ചാൽ അത് തന്നെയാണ് അനുപമന്റെ ഓപ്പണിംഗ് ഡയലോഗ്. ജെസ്സി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദെൻ അൺകൺവെൻഷണൽ ബ്യൂട്ടി. പക്ഷെ നന്നായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിന് 100 മാർക്ക്. വലിയ ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. അല്ല, ഒരു ഹോളിവുഡ് പാറ്റേണിൽ ചെസ്സിന്റെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് എടുക്കാൻ ഉദ്ദേശിച്ച പടമാണ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത പിന്നെ സ്ക്രിപ്റ്റും മേക്കിങ്ങും വളരെ മോശമായി. അതുകൊണ്ട് പടം റെക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലാൽ സാറ് പിന്നെ ഓക്കെയാണ്. ശാലു മേനോൻ അത്ര നല്ലൊരു എഫക്റ്റ് ആയില്ല. അതായത് എന്താണ്, ഈ നമ്മള് പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ സിനിമകളിലും എങ്ങനെയാണ്, നായകൻ ഒരു പോസിറ്റീവ് സൈന്, വില്ലൻ ഒരു നെഗറ്റീവ് ടച്ചാണ്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നായകൻ, നായിക, ഉപനായിക, വില്ലൻ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പടം, അതൊരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആണ്. കാരണം മലയാള സിനിമയിൽ വളരെ കുറച്ച് പടങ്ങളിലെ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. പിന്നെന്താണ്, നമ്മളെ ഈ മെഡിസിൻ ഫീൽഡ് ഉണ്ടല്ലോ, മെഡിസിൻ, ആ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മെഡിസിൻ ഫീൽഡിലെ ഡീമെറിറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മെഡിസിൻ ആ ഒരു ഫീൽഡ് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ല തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന മെസ്സേജ് ഉള്ള ഒരു പടമാണ്.